ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. മനസ്സ് തനിക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്നിടത്തേക്കെല്ലാം തൻ്റെ ജീർണിച്ച ശരീരവുമായി പോകുന്നു. എന്നാൽ അവിടെ നിന്ന് കിട്ടുന്നതോ ഉദ്ദേശിക്കുന്ന സുഖം അല്ല, ദുഃഖമായിരിക്കും ലഭിക്കുന്നത്. ഉദ്ദേശിക്കുന്നത് പരമസുഖമാണെങ്കിലും ക്ഷണികമായ സുഖത്തെ മാത്രമേ അതിൽ നിന്നും നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനാൽ വേണ്ടാത്ത കാര്യത്തിൽ ഓടും പോലെ വേണ്ടുന്ന കാര്യത്തിൽ ഓടിക്കൊണ്ടിടിൽ താണ്ടാം ഈ സംസാരക്കടലേ വേഗം ആണ്ടിടാം ആനന്ദക്കടലിൻ്റെ മധ്യേ. നമ്മോട് പറയുന്നതാണ്, വേണ്ടാത്ത കാര്യത്തിൽ ഓടും പോലെ. ഓട്ടമാണ് മനസ്സിൻ്റെ സ്വഭാവമെങ്കിൽ അത് അധികവും വേണ്ടാത്ത വിഷയങ്ങളിലേക്ക് അത് ഓടും. എന്നാൽ ആ മനസ്സിനെ വേണ്ട ദിശയിലേക്ക് തിരിച്ചു വിട്ടാൽ ഈ ദുഃഖമാവുന്ന സമുദ്രത്തിൽ നിന്ന് നമുക്ക് മോചനം നേടാം, അതിൽ നിന്ന് കരയ്ക്ക് കയറാം, ആണ്ടിടാം ആനന്ദക്കടലിൻ്റെ മധ്യേ. ആനന്ദമാവുന്ന കടലിൻ്റെ മധ്യത്തിൽ നമുക്ക് ആണ്ടുപോകാം, നീന്തിക്കുളിക്കാം, ജീവിതം ധന്യധന്യമായി വിനിയോഗിക്കാം നമുക്ക് സാധിക്കുന്നതാണ്. ഇതാണ് നാം മാനവനായി ജനിച്ചാൽ അറിയേണ്ടതും നേടേണ്ടതും. നമ്മൾ ആരാണെന്ന പരമസത്യം ബോധിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് വെളിവായി കിട്ടും. ഞാൻ ആരാണെന്നറിയുമ്പോൾ ഈശ്വരൻ ആരാണെന്നറിയും. ഇനി ഈശ്വരനെ അറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ ആരാണ് എന്നും നമുക്ക് അറിയാൻ പറ്റും. ഇത് രണ്ടും വാസ്തവത്തിൽ രണ്ടല്ല. പക്ഷേ ശരീരമാകുന്ന ഉപാധിയിൽ കുടുങ്ങുമ്പോൾ ജീവനെന്ന് പറയപ്പെടുന്നത് ബന്ധനസ്ഥനാണ്, അപൂർണമാണ്, ദുഃഖിതനുമാണ്. സുഖത്തിന് പ്രതീക്ഷ മാത്രമേയുള്ളൂ. ക്ഷണികമായ സുഖം മാത്രമാണ് ജീവൻ ഇന്ന് ഇന്ദ്രിയങ്ങളിൽ കൂടി അനുഭവിക്കുന്നത്. അവ അല്പസമയത്തേക്ക് മാത്രമാണ്. അവ നഷ്ടപ്പെടുമ്പോൾ തീരാത്ത വ്യഥയും അത് ലഭിക്കാൻ അത്യന്ത കഠിന പരിശ്രമവും ആവശ്യമാണ്. എന്നാൽ വളരെയധികം ശ്രമം ചെയ്തിട്ടും കിട്ടുന്ന സുഖമോ അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ നാം വേണ്ട വഴിയിലേക്ക് എങ്ങോട്ടാണ് മനസ്സ് പോകേണ്ടത്? ഇന്ദ്രിയാതീതമായ അവസ്ഥയിലേക്ക്. ഇന്ദ്രിയങ്ങളിൽ കൂടി ബഹിർലോകത്തിലേക്ക് ഒഴുകിയാൽ അത് തീരാത്ത വ്യഥയ്ക്ക് കാരണമായി തീർന്നു. എന്നാൽ ഇന്ദ്രിയങ്ങളിൽ കൂടി ഒഴുകാതെ മനസ്സ് എവിടെ നിന്ന് വന്നുവോ അവിടേക്ക് ഒഴുകാൻ പോകും. ആ ഒഴുക്കിനാണ് ധ്യാനം എന്ന് പറയുന്നത്. വേണ്ട വഴിക്കുള്ള ഓട്ടത്തിനാണ് ധ്യാനം. ധ്യാനം എന്ന പദം തന്നെ ധീ എന്നാൽ ബുദ്ധി അല്ലെങ്കിൽ വിവേകം എന്നും, യാനം എന്നാൽ യാത്ര എന്നും, വിവേകത്തോടു കൂടിയുള്ള യാത്രയ്ക്കാണ് ഇവിടെ ധ്യാനം എന്ന് പറയുന്നത്. ആ യാത്ര എങ്ങനെയാ? ഈ ലോകത്തിലേക്കുള്ള യാത്രയല്ല, ശരീരം കൊണ്ടല്ല യാത്ര, മനസ്സുകൊണ്ടാണ്. മനസ്സ് വേണ്ട ഇതെവിടെയാണോ, മനസ്സിൻ്റെ ഉൽപ്പത്തി സ്ഥാനം എവിടെയാണോ അങ്ങോട്ടുള്ള തിരിച്ചു പോക്കാണ് വാസ്തവത്തിൽ വേണ്ടതായ യാത്ര. ആ യാത്രയാണ് നാം ചെയ്യേണ്ടതും. എന്നാൽ നാം ആകട്ടെ നമ്മുടെ യഥാർത്ഥമായ അവസ്ഥയിൽ നിന്നും വിട്ട് വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് ഓടി ഈച്ച വലയിൽ കൊടുങ്ങുന്നത് പോലെ കുടുങ്ങി രക്ഷപ്പെടാൻ കഴിയാതെ നെടുവീർപ്പിട്ടുകൊണ്ടാണ് ഓരോരുത്തരും ഇരിക്കുന്നത്. കുട്ടിക്കാലത്ത് തോന്നും എത്രയും പെട്ടെന്ന് വലുതായാൽ മതി എന്ന്. അങ്ങനെ വളർന്നു വരുന്ന യൗവനത്തിൻ്റെ വക്കിലെത്തി കഴിയുമ്പോഴോ ഉത്തരവാദിത്വങ്ങളും കടമകളും കാണുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടിക്കാലമാണ് സുഖം എന്ന് തോന്നും. പക്ഷേ അത് നഷ്ടപ്പെട്ടു പോയില്ലേ, തിരിച്ചു കിട്ടുകയില്ല. പിന്നീട് യൗവനത്തിൽ കർമ്മബാഹുല്യം കൊണ്ടും കടമകളും കർത്തവ്യങ്ങളും ചെയ്തുകൊണ്ടും ഒരു സെക്കൻഡ് പോലും സമയമില്ലാതെ അധ്വാനിച്ചിരിക്കെ വാർദ്ധക്യത്തിൻ്റെ വക്കിലെത്തുന്നു. വാർദ്ധക്യത്തിലെത്തുമ്പോഴാണ് താൻ അതുവരെ പ്രതീക്ഷിച്ച സ്നേഹമോ ആദരവോ തനിക്ക് കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, താൻ ആരെയാണോ ഇത്ര കാര്യമായി വളർത്തിയതും
ഉന്നതിയിലേക്ക് എത്തിച്ചതും അവർക്കൊന്നും തന്നെ താൻ പ്രതീക്ഷിക്കുന്നത് പോലെ തിരിച്ചു തരാൻ അവർക്ക് സാധിക്കുന്നുമില്ല. അവർക്കവരുടേതായ ജീവിതവും കുടുംബവുമാണ് ഏറ്റവും വലുത്. അവിടെ തഴയപ്പെടുന്നത് വൃദ്ധരായ മാതാപിതാക്കളോ ആരായാലും ശരി വൃദ്ധരാണ്. അതിനാൽ അപ്രകാരത്തിൽ നമ്മൾ പോവാതെ വേണ്ട വഴിയിലേക്ക് ആദ്യമേ പോയാൽ നമുക്ക് തീരാത്ത വ്യഥ ഉണ്ടാവുകയില്ല. പരമമായ നിർവൃതിയും സന്തോഷവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വേണ്ടാത്ത കാര്യത്തിൽ ഓടും പോലെ വേണ്ടുന്ന കാര്യത്തിൽ ഓടിക്കൊണ്ടീടിൽ. വേണ്ടാത്ത വഴിക്ക് പോകുന്നത് പോലെ വേണ്ട വഴിയിലേക്ക് തിരിച്ചു വിട്ടാൽ താണ്ടാം ഈ സംസാരക്കടലേ വേഗം. ഈ സംസാരമാകുന്ന കടലിൽ നിന്ന് നമുക്ക് കരയ്ക്ക് കയറാൻ സാധിക്കും, ഇതിനെ തരണം ചെയ്യാൻ സാധിക്കും. എന്നാൽ ആണ്ടിടാം ആനന്ദക്കടലിൻ്റെ മധ്യേ. ആനന്ദമാവുന്ന കടലിൻ്റെ മധ്യത്തിൽ നമുക്ക് ആണ്ട് മുങ്ങിക്കുളിക്കണമെങ്കിൽ സംസാരമാകുന്ന സമുദ്രത്തിൽ നിന്നും നാം കര കയറിയേ പറ്റൂ. അതിലിരിക്കുന്ന കാലം വരെ ഇതിലെത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സംസാരക്കടൽ ഉപേക്ഷിച്ച് അതിൽ നിന്ന് കരയ്ക്ക് കയറിയാൽ മാത്രമേ ആനന്ദക്കടലിൽ മുങ്ങിക്കുളിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യവും. വേണ്ടാത്ത കാര്യത്തിൽ ഓടും പോലെ വേണ്ടുന്ന കാര്യത്തിൽ ഓടിക്കൊണ്ടിടിൽ. താണ്ടാം ഈ സംസാരക്കടലേ എന്നാൽ ആണ്ടിടാം ആനന്ദക്കടലിൻ്റെ മധ്യേ.